കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ച കേരള ഹൌസിൽ സൗഹാർദ്ദപരമായിരുന്നു. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ചർച്ചകളിൽ പങ്കെടുത്തു. ഇതോടെ തീർത്തും പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങളെത്തി. മുഖ്യമന്ത്രിയെ കാണാൻ ധനമന്ത്രി കേരള ഹൌസിലെത്തിയതും പുതുമയായി. സാധാരണ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ധനമന്ത്രി അങ്ങോട്ട് പോവാറില്ല. എന്നാൽ ഇത് മാറ്റിവെച്ച് പിണറായിയെ കാണാൻ ധനമന്ത്രി എത്തി. കേരള ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും പ്രൊഫസർ കെ.വി. തോമസും പങ്കെടുത്തു. രാവിലെ 9 മണിയോട് കൂടിയായിരുന്നു കൂടിക്കാഴ്ച തുടങ്ങിയത്. 3/4 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ധനമന്ത്രി പാർലമെന്റിലേക്ക് പോയി. പാർട്ടിയുടെ PB യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഡൽഹിയിലുണ്ട്. കേരളത്തിന്റെ ആവശ്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ഉന്നയിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യമടക്കം ചർച്ചയായി. കൂടുതൽ വായ്പാ പരിധിയിലും ആവശ്യം ഉന്നയിച്ചു. 12,000 കോടി ഉടൻ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാം കേട്ട ധനമന്ത്രി അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. വയനാട്ടിലും വിഴിഞ്ഞത്തും അനുകൂല തീരുമാനം ഉണ്ടാകും. എന്നാൽ ആശാ വർക്കർമാരുടെ സമരം പിണറായി ചർച്ചയാക്കിയില്ല. വയനാട് പുനരധിവാസത്തിനുള്ള വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകുന്നത് ചർച്ചയായി. ലാപ്സായ കേന്ദ്ര സഹായം മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്ന് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. വയനാട് വിഴിഞ്ഞം വായ്പാ പരിധി തുടങ്ങിയവ ചർച്ചയായി. കേരളത്തിന്റെ വികസന വിഷയങ്ങളിൽ അനുകൂല സമീപനം വേണമെന്ന ആവശ്യവും കൂടിക്കാഴ്ചയിലുണ്ടായി. കേരളത്തിന്റെ ആവശ്യങ്ങളിൽ തുടർ ആലോചനകൾ നടത്താമെന്ന് ധനമന്ത്രി മുഖ്യമന്ത്രിയെ അറിയിച്ചു. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയതായിട്ടാണ് വിവരം. അനൌദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടേത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്. തീർത്തും അസാധാരണ ചർച്ചകളായിരുന്നു ഇതെല്ലാം. കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉണ്ടാകുമെന്ന സൂചന ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന്റെ ഭാഗമായി ഗവർണർ ഇന്നലെ യോഗം വിളിച്ചിരുന്നു. ഗവർണറുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു യോഗം വിളിക്കുന്നത് ഇത് ആദ്യമാണ്. രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്നതിനൊപ്പം കേരളത്തിനും പ്രാധാന്യം എന്ന മുദ്രാവാക്യത്തോടെ ഇനി ഒറ്റക്കെട്ടായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി കേരള MPമാർ മുന്നോട്ടു പോകണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. കേരളത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് താൻ ബോധവാനാണെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞത്. ഈ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം താനും ഉണ്ടാകുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കേരളത്തിന്റെ ആവശ്യങ്ങളൊക്കെ ധനമന്ത്രി പരിഗണിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി. അതേസമയം ആശാ വർക്കർമാരുടെ കാര്യമൊന്നും തന്നെ പിണറായി വിജയൻ സൂചിപ്പിച്ചില്ല.